മാസപ്പടി കേസിൽ CMR-നെതിരെ ഗുരുതര ആരോപണവുമായി SFIO റിപ്പോർട്ട്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMR-ൽ പണം നൽകിയെന്ന് സംശയമുണ്ടെന്നാണ് SFIO ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശം. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ റിപ്പോർട്ടിൽ? ഉന്മേഷ്, ഈ CMR-ൽ എക്സാലോജിക്ക് കേസുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണം റദ്ദാക്കണമെന്ന CMR-ന്റെ ഹർജിയിലായിരുന്നു ഇന്ന് വാദം ഇതുമായി ബന്ധപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ തുടർന്നത്. ഈ വാദം തുടർന്ന വേളയിലാണ് CMR-ൽ കമ്പനിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ SFIOയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഈ പണമിടപാടിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്, ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുമുണ്ട്, ഇനി പ്രോസിക്യൂഷൻ നടപടികളെ സംബന്ധിച്ചുള്ള അനുമതി അത് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്ന മുറയ്ക്കായിരിക്കും ഉണ്ടാവുക എന്നും അറിയിച്ചു. മാത്രമല്ല, ഈ നിലവിൽ ഈ പണം, അതായത് നൽകിയിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMR-ൽ പണം നൽകിയോ എന്ന സംശയമുണ്ടെന്ന് SFIO കോടതിയെ അറിയിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ ലഭിച്ച മുറയ്ക്കിപ്പോൾ ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടന്നു വരികയാണെന്നും SFIO അറിയിച്ചു. നിലവിൽ ഈ എക്സാലോജിക്കും CMR-ലുമായിട്ടുള്ള ഇടപാട്, പണമിടപാട് സംബന്ധിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കി എന്ന് SFIO അറിയിച്ചു. മറിച്ച് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട ഈ പണം നൽകിയത് ഭീകരാനുകൂലികൾക്കാണോ, ഭീകരവാദ പ്രവർത്തനങ്ങൾ അനുകൂലിക്കുന്നവർക്കാണോ എന്നെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള ഒരു പ്രമുഖ വ്യക്തിക്കാണ് എന്ന തരത്തിലും ഇന്ന് SFIO അറിയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ പണം നൽകിയതെന്നും അന്വേഷിക്കുന്നുണ്ടെന്നും SFIO വ്യക്തമാക്കി. അങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് SFIO ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ പറയുകയുണ്ടായത്. എന്നാൽ ഈ CMR-ലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാട് അതൊരു സാധാരണമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് മാത്രമാണ്. അതിൽ മറ്റ് ഈ അനധികൃതമായിട്ടുള്ള ഇടപാട് നടന്നിട്ടില്ല എന്ന് ആണ് CMR-ൽ ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ചത്. എന്തായാലും കേസിൽ 23-ന് വീണ്ടും വിശദമായ വാദം കേൾക്കും. നിലവിൽ ഇപ്പോൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അച്ഛൻ, അപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഈ പണമിടപാട് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണോ? 184 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നു എന്നാണല്ലോ, ഈ CMR-ലും എക്സാലോജിക്കുമായി ഇടപാട് നടന്നു എന്നാണല്ലോ SFIO പറയുന്നത്. അപ്പോൾ ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, അതോ അന്വേഷിക്കാൻ ഇനിയും കാര്യങ്ങളുണ്ട് എന്നുകൂടി ആണോ SFIO വ്യക്തമാക്കുന്നത്? അച്യുതൻ, തീർച്ചയായിട്ടും ഉന്മേഷ്, കാരണം നിലവിൽ ഈ പണമിടപാട് നടന്നത്, ആ പണം നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ അതായത് ഇത് ഏത് വ്യക്തികൾക്കാണ് നൽകിയതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് SFIO വ്യക്തമാക്കുന്നത്. അതിൻ പ്രകാരം ആ പണം നൽകിയത് ചില ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്നൊരു സംശയം SFIOക്ക് ഉണ്ട്. അതിപ്പോൾ പരിശോധിച്ചു വരികയാണ്. അങ്ങനെയെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായി തന്നെ അത് മാറും. നിലവിലെ സാഹചര്യം പോലെ ആയിരിക്കില്ല എങ്കിൽ ഉണ്ടാവുക. കാരണം ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ SFIO ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നടത്തുകയാണെങ്കിൽ അതൊരു ഗുരുതര വിഷയമായി തന്നെ മാറും. നിലവിൽ ഇക്കാര്യങ്ങൾ ഇപ്പോൾ SFIO പരിശോധിച്ചു വരികയാണ്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പരിശോധിച്ചു വരികയാണ്. തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് മാത്രമാണ് SFIO അറിയിച്ചത്. മാത്രമല്ല, നിലവിൽ CMR-ലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാട് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോടതി തേടുകയാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് അത് ഡൽഹി ഹൈക്കോടതിക്ക് മുൻപിൽ സമർപ്പിക്കാമെന്നും SFIO അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് ഈ പണമിടപാട് അത് നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SFIOയുടെ സംശയങ്ങളാണ്. മാത്രമല്ല, ഈ എക്സാലോജിക് കമ്പനിയുമായി ബന്ധമുള്ള ഒരു പ്രമുഖ വ്യക്തിക്കാണ് പണം നൽകിയതെന്ന തരത്തിലും SFIO കോടതി അറിയിക്കുകയുണ്ടായി. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അത് കൂടുതൽ ഗൗരവത്തോടെ കൂടി തന്നെ കാണേണ്ടി വരും.